ഇന്ന് നമ്മൾ ലോകത്തിലെ ടോപ്പ് 10 ഇവന്റുകളുടെ കേറ്ററിംഗ് വിഭാഗം നടത്തുന്ന കമ്പനിയായ സ്പാഗോ ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ ഉടമയായ ശ്രീ റൊണാൾഡോ ബ്രീമനായാണ് സംസാരിക്കുന്നത്. വ്യത്യസ്ത സമീപനങ്ങൾ കൊണ്ട്, വിട്ടുവീഴ്ചയില്ലാത്ത ഗുണമേന്മ കൊണ്ടും, ആധുനികതയും ആത്മാർത്ഥതയും ചേർത്തിണക്കിയ വ്യക്തിത്വം കൊണ്ടും വ്യത്യസ്തനായ സ്പാഗോ ഗ്രൂപ്പിന്റെ ഫൗണ്ടറും സിഇഒയുമായ ശ്രീ റൊണാൾഡോ ബ്രീമൻ ചിട്ട കൊണ്ടും നിഷ്ഠ കൊണ്ടും ക്രമപ്പെടുത്തിയെടുത്ത ജീവിതയാത്രയിൽ ലോകോത്തര കേറ്ററിംഗ് ഗ്രൂപ്പിന്റെ ഉടമയായ റൊണാൾഡോ ബ്രീമന്റെ വിജയ കിരീടത്തിൽ മറ്റൊരു പൊൻതൂവലാണിത്. ലോകത്തിലെ ടോപ്പ് 10 ഇവന്റുകളിൽ ഫിഫ വേൾഡ് കപ്പിന് ശേഷം രണ്ടാമതായി ഒളിമ്പിക്സ് ഗെയിംസിന്റെ കേറ്ററിംഗ് ഡിവിഷൻ ഇദ്ദേഹത്തിന്റെ കമ്പനിയെയാണ് ഏൽപ്പിക്കപ്പെട്ടത്. ട്രാക്കിലും ഫീൽഡിലും വിജയഭേരി മുഴങ്ങുമ്പോഴും ഇങ്ങ് കേരളത്തിലും ഒരു കണ്ണൂരുകാരൻ വിജയ പതാക വീശി മുന്നേറുന്നു. അതാരാണെന്നറിയണ്ടേ? ചടുലമായ തീരുമാനങ്ങൾ കൊണ്ടും വ്യത്യസ്ത സമീപനങ്ങളുടെ അകമ്പടിയോടെ ലോകം കണ്ടിട്ടില്ലാത്ത പുതുമകളാൽ ലോക കേറ്ററിംഗ് വിഭാഗത്ത് ചാരുത പകരുന്ന ദ വേൾഡ് ക്ലാസ് ലീഡർ സ്പാഗോ ഗ്രൂപ്പ് സിഇഒ റൊണാൾഡോ ബ്രീമൻ. നോക്കിലും വാക്കിലും പ്രവൃത്തിയിലും പുതുമയുടെയും വ്യത്യസ്തതയുടെയും ചാരുതയാർന്ന വ്യക്തിത്വത്താൽ യുഗപ്രഭാവനായ അനുഗ്രഹീത ലീഡർ റൊണാൾഡോ ബ്രീമൻ ഇങ്ങു കേരളത്തിൽ പ്രകൃതി സുന്ദര ഇടുക്കിയിൽ മുൻനിര കോളേജിന്റെ ചെയർമാൻ കൂടിയാണെന്നറിയുമ്പോൾ നമ്മുടെ ആവേശം വാനോളമാകും. നൂതനവും വ്യത്യസ്തവുമായ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ആരംഭിച്ച് കാർഷിക മേഖലയും പിന്നോക്ക പ്രദേശവുമായ ഇടുക്കിയിലെ വിദ്യാർത്ഥികൾക്ക് ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം ആരംഭിച്ച ക്രാന്തദർശി. സാധാരണ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളെ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിന്റെ ഭാഗമായി ഖത്തർ വേൾഡ് കപ്പ്, സൗദി അറേബ്യയിലും ശമ്പളത്തോടുകൂടി ഫ്രീ വിസ, അക്കോമഡേഷൻ, വിദേശ ഇന്റേൺഷിപ്പ് ലഭ്യമാക്കിയ കർമ്മയോഗി. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും പുതിയ ടീച്ചിങ് ആൻഡ് ലേണിംഗിനും നേതൃത്വം കൊടുത്ത് 100% വിജയം തുടർച്ചയായി റാങ്ക് നേട്ടങ്ങളിലേക്കും വിദ്യാർത്ഥികളെ നയിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തകൻ. എല്ലാ വിജയങ്ങളും നേടുമ്പോൾ ഞാൻ ദൈവത്തിന്റെ കയ്യിലെ വെറും ഒരു ഉപകരണം എന്നും ടീം വർക്കാണ് അടിസ്ഥാനമെന്നും പറഞ്ഞു നീങ്ങുന്ന ഉജ്ജ്വല സംഘാടകൻ. കോട്ടയം ജില്ലയിൽ നിന്ന് കണ്ണൂർ ജില്ലയിലെ കുടിയാൻമല എന്ന ഒരു സ്ഥലത്തേക്ക് കുടിയേറി പാർത്ത ഒരു കുടുംബമാണ് എന്റേത്. ഞാൻ ഏഴാമനാണ് എന്റെ വീട്ടിലെ. ഞങ്ങൾക്ക് കൃഷിയല്ലാതെ മറ്റൊരു ആദായവും ഉണ്ടായിരുന്നില്ല. ഞാന് പഠിക്കുന്ന കാലത്ത് പഠനം എന്നെ സംബന്ധിച്ച് വലിയൊരു സബ്ജക്റ്റ് ആയിരുന്നില്ല. കാരണം കൂടുതൽ സമയം കൃഷിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്നത്. അതായിരുന്നു എന്റെ അന്നത്തെ ഇന്നത്തെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം. എന്റെ അച്ഛൻ, ഞാൻ ഏഴാമനായതുകൊണ്ട് എന്റെ ചാച്ചൻ എന്നോട് പറയും, എടാ എല്ലാവരും കൃഷിക്കാരാണ്, അതുകൊണ്ട് നീ പഠിച്ച് മിടുക്കനായെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കുടുംബത്തിന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നീ ഒരു കാരണവശാലും പഠനം നീ ഉപേക്ഷിക്കരുത്. പക്ഷെ ഞാൻ അപ്പോഴും പഠനത്തിൽ ശ്രദ്ധിക്കാതെ കൃഷിയിലാണ് കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എന്നെ ഈ കൃഷിയിൽ നിന്ന് മാറ്റാൻ വേണ്ടി ചാച്ചനും അമ്മച്ചും എല്ലാം കൂടെ എന്നെ കോട്ടയത്ത് പാലായില് ഞാൻ 10ാം ക്ലാസ് ജയിച്ചതിന് ശേഷം എന്നെ അവിടെ ഹോസ്റ്റലിൽ നിർത്തി എന്നെ പഠിപ്പിച്ചു. അപ്പൊ വീട്ടിൽ ഒരുപാട് ജോലി ചെയ്യുന്ന എനിക്ക് പഠനം മാത്രമായി കഴിഞ്ഞപ്പോൾ അതിൽ നല്ലോണം ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ നല്ലോണം പഠിക്കാൻ തുടങ്ങി. ഞാൻ ഡിഗ്രി 1ാം വർഷം പയ്യന്നൂർ കോളേജില് ചേരുന്ന സമയത്ത് എന്റെ അച്ഛൻ എന്നെ വിട്ടുപോയി. അന്ന് മരിക്കുന്നതിന് മുമ്പേ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഈ അമ്മച്ചിയെയും ഈ കുടുംബത്തെ നോക്കണമെന്ന്. ഞാൻ അങ്ങനെ എന്റെ ഡിഗ്രി ഏറ്റവും മനോഹരമായി ഞാൻ പഠിച്ചു. ഞാൻ കോളേജില് ആദ്യ ദിവസം വന്ന സമയത്ത്, നിങ്ങൾ ഇന്ന് വന്ന പോലെ വന്ന സമയത്ത്, അന്ന് ഇതുപോലെ ഓറിയന്റേഷൻ ക്ലാസ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ പോയിട്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞു, അടുത്ത 3 വർഷം നീ എന്താണ് ഈ കോളേജിൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ കോളേജിൽ നിന്ന് എന്താണ് നീ നേടാൻ ആഗ്രഹിക്കുന്നത് എന്ന് നീ ഇന്നൊരു ബുക്കിലോ ഡയറിയിലോ എഴുതി വെക്കണം. എന്നിട്ട് അതിന്റെ പുറകെയായിരിക്കണം നീ നടക്കേണ്ടത്. നീ ആഗ്രഹിച്ച കാര്യം നിനക്ക് ഈ 3 വർഷത്തിനുള്ളിൽ ഇവിടെ നിന്ന് കിട്ടിയോ എന്ന് നീ ഈ 3 വർഷത്തിനുള്ളിൽ മനസ്സിലാക്കണം. ഞാനന്ന് ആഗ്രഹിച്ചതൊരു വക്കീലാവാനാണ്. അതുകൊണ്ട് ഞാൻ അന്ന് എഴുതി വെച്ചു, ഞാനൊരു വക്കീലാകാം ഇതിന് ശേഷം എന്ന്. പക്ഷെ അങ്ങനെ ഓരോ മാസങ്ങളും വർഷങ്ങളും കടന്നു പോയപ്പോൾ എന്റെ ആഗ്രഹങ്ങൾ മാറി. ഞാൻ
എന്റെ കാഴ്ചപ്പാടുകൾ മാറി. ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ മനസ്സിലാക്കി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളത് ഒരുപക്ഷെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്നതായിരിക്കാം. അങ്ങനെ ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു. ദൈവസഹായം കൊണ്ട് എനിക്ക് ഗൾഫിൽ പോകാനും ജോലി ചെയ്യാനും പിന്നീട് ബിസിനസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം കിട്ടി. ഞാനെന്ന് എൻ്റെ അപ്പന് കൊടുത്തൊരു വാക്കുണ്ട്, എൻ്റെ അമ്മച്ചീനെ ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ എൻ്റെ അമ്മച്ചീനെ മാത്രമല്ല എൻ്റെ കുടുംബത്തെ മുഴുവനും ഭംഗിയായി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്നെ ദൈവം പ്രാപ്തനാക്കി. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നമ്മളുടെ വിജയം ഇത്ര മനോഹരമാകുന്നതെന്ന്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാനൊരു വലിയ ദൈവവിശ്വാസിയാണ്. എനിക്ക് 54 വയസ്സുണ്ട്. എന്റെ എല്ലാ നേട്ടങ്ങളും ദൈവം എനിക്ക് തന്ന ദാനമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കൂടാതെ എന്റെ അപ്പൻ എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, നമുക്ക് അർഹതപ്പെട്ടതും നമുക്ക് വേണ്ടതും മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതൊന്നും ജീവിതത്തിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കരുതെന്ന് എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനത് പൊന്നുപോലെ കൊണ്ടു നടക്കും. എനിക്ക് ഈ മക്കളോടൊക്കെ ഈ അവസരത്തിൽ പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് ഒരുപാട് ഉന്മേഷത്തോടുകൂടി ഈ കോളേജ് ക്യാമ്പസിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾക്ക് 4 വർഷം എന്ന് പറയുന്നത് കണ്ണടച്ച് തുറക്കുമ്പോൾ തീരും. നിങ്ങൾ ഈ 9 ദിവസത്തെ ഓറിയന്റേഷൻ ടൈമില് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ കുറിച്ചിടണം. നിങ്ങൾക്ക് ഈ കോളേജിൽ നിന്ന് ആ ആഗ്രഹം സാധീകരിക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. എന്തുകൊണ്ടാണ് സെന്റ് ആന്റണീസ് കോളേജ് മറ്റു കോളേജിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്ന് ചോദിച്ചാൽ വളരെ നിസ്സാരമായ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരു ദൈവത്തിന്റെ കാരുണ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു കോളേജാണ്. ഈ കോളേജിന്റെ അടിസ്ഥാനം ദൈവമാണ്. ഇവിടെ കൃത്യമായ കുർബാനകൾ നടക്കും, പ്രാർത്ഥനകൾ നടക്കും. ഇവിടെ ഒരു സമരമോ മറ്റൊരു പരിപാടിയും ഈ കോളേജിലില്ല. നിങ്ങൾ ഈ കോളേജിൽ വരുമ്പോൾ ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് നിങ്ങൾ ഉള്ളത് പഠനത്തിന് വേണ്ടിയാണ്. അതിന് പ്രഗത്ഭരായ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രിൻസിപ്പൽ ഇവിടെയുണ്ട്. നമ്മുടെ ലാലിച്ചൻ സാർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരിക്കും ഇനി വരുന്ന 4 വർഷങ്ങളിൽ. അതുകൂടാതെ 4 പ്രിൻസിപ്പൽമാരുണ്ട്, കൂടാതെ HODമാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. ഇവരുടെയൊക്കെ ഏറ്റവും വലിയ താല്പര്യവും അവര് ഇതൊരു ജോലിയായിട്ടല്ല, മറിച്ച് ഒരു സേവനമായിട്ടാണ് അവർ ഈ കോളേജിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ 4 വർഷക്കാലം നിങ്ങൾ ഇന്നെടുക്കുന്ന തീരുമാനം, അല്ലെങ്കിൽ ഈ ആഴ്ച എടുക്കുന്ന തീരുമാനം നിങ്ങളുടെ സമൂഹത്തിനും നിങ്ങളുടെ കുടുംബത്തിനും ഗുണമുള്ളതായിരിക്കണം. നിങ്ങൾ ഇവിടുന്ന് 4 വർഷം കഴിയുമ്പോൾ പഠിച്ച് ഇറക്കുന്നതിന് മുന്നേ തന്നെ ഇവിടുന്ന് ജോലി കിട്ടും. കാരണം ഇവിടെ 150-100-100-ലധികം കമ്പനികൾ നമ്മളുമായിട്ട് കോൺട്രാക്ട് ഉണ്ട്. അപ്പോൾ പഠിച്ച് ജയിച്ച് തീരുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ ജോലി കിട്ടും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ആ ജോലി സമ്പാദിക്കണമെന്ന് മാത്രമല്ല. ഞാൻ കഴിഞ്ഞ 10-30 വർഷമായി മറുനാട്ടില് ജോലി ചെയ്യുന്ന, ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഈ നാട്ടില് ജോലി അന്വേഷിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജോലി അന്വേഷിക്കുന്നവരല്ല, മറിച്ച് ജോലി കൊടുക്കുന്നവരായിട്ട് ഇതിലെ ഒരുപാട് ആൾക്കാർ ഈ 4 വർഷത്തിന് ശേഷം ഇവിടെ ഇറങ്ങി പോകണം. ഞാൻ സാധാരണഗതിയിൽ കുട്ടികളുടെയൊക്കെ ക്ലാസ്സിൽ പോയി എപ്പോഴും അവരെ കാണാറുണ്ട്, അവരോട് സംസാരിക്കാറുണ്ട്. എന്റെ അറിവുകൾ ഞാൻ അവരോട് പറയാറുണ്ട്. ഞാൻ വന്ന വഴികൾ അവരെ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അവരോട് പറയും, നിങ്ങൾക്ക് സ്വന്തമായി ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഒരു ടീമായി ചെയ്യണം. അങ്ങനെയാണ് ലോകത്തുള്ള പ്രധാനപ്പെട്ട വലിയ പല ബിസിനസ്സുകളും രൂപപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു ടീമായി ചെയ്യുമ്പോൾ അത് നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ അത് വളരുമെന്ന് ഉറപ്പാണ്. അതിന്റെ സാക്ഷിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അടുത്ത 4 വർഷം മിടുക്കരായിട്ട് പഠിക്കുക. ജോലി മേടിക്കേണ്ടവർ ജോലി ഇവിടുന്ന് തന്നെ മേടിച്ചുകൊണ്ട് പോവുക. എല്ലാവരും പാസ്ഔട്ടായി ഇവിടുന്ന് ഇറങ്ങി പോവുക. കൂടാതെ നിങ്ങൾ ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും കടപ്പാടുള്ളവരായി ജീവിക്കുക. അത് ഒരു കാരണവശാലും ഇന്ന് നിങ്ങളുടെയൊക്കെ കാരണവന്മാർ കൊളുത്തുന്നുള്ളവരും റബ്ബർ വെട്ടുന്നവരും അങ്ങനെ സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പൊ അവരുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾ പഠിച്ച് മിടുക്കരാകണം, അവരുടെ കുടുംബത്തെ നോക്കണം, അല്ലെങ്കിൽ ഈ സമൂഹത്തിന് സമൂഹത്തിനോടൊരു കടപ്പാട് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇത് തീർച്ചയായും
ഇന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കുറിക്കണം, നിങ്ങൾ എടുക്കണം. ഈ വരുന്ന 4 വർഷം ഞാൻ ഏറ്റവും മനോഹരമായി പഠിക്കും, ഞാനൊരു ജോലി സമ്പാദിക്കും, അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ഉപരിപഠനത്തിന് പോകും, എന്ത് വേണമെങ്കിലും നിങ്ങൾക്കാകാം. ഞാൻ ജീവിതത്തിൽ എന്ത് രക്ഷപ്പെട്ടാലും ഏറ്റവും ആദ്യം കൈപിടിക്കുന്നത് എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ കുടുംബത്തെ ആയിരിക്കും. അതുകൂടാതെ എനിക്ക് എന്നൊരു സാഹചര്യം ഉണ്ടാവുന്നോ അന്ന് ഈ സമൂഹത്തിനോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുമെന്ന്. ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡക്കാറിന്റെ കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇവിടെയാണ് എല്ലാ ടീം മെമ്പേഴ്സും അവരുടെ ടീമും എല്ലാവരും ഫുഡ് കഴിക്കുന്നത്. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് അകത്ത് കയറി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. മാൻ ഒരു കല്യാണ പന്തലിൽ കയറുന്ന പോലെയാണല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മലയാളിയാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത് ഈ കാണുന്ന ക്രൗഡിന്റെ ഇടയിൽ നിന്ന്. എൻ്റെ പേര് റൊണാൾഡോയാണ്, ഞാൻ കമ്പനിയുടെ CEO ആണ്. അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഒരു കാണുന്ന തിരക്കിൻ്റെ ഇടയിൽ ആളെ കണ്ടുപിടിച്ചു കേട്ടോ. അപ്പം ഈ ഒരു എൻ്റയർ ആൾക്കാർ ഇപ്പോൾ നമ്മൾ മൊത്തം കണ്ടു. അവിടത്തേക്ക് എല്ലായിടത്തും ഫുഡ് സപ്ലൈ ചെയ്യുന്നത് ഇവരുടെ ടീമാണ്, അതൊരു മലയാളിയാണ്. ചേട്ടാ അപ്പോൾ പറഞ്ഞോ. ഞങ്ങളുടെ കമ്പനിയുടെ പേര് സ്പാഗോ എന്നാണ്. സ്പാഗോ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ 11 രാജ്യങ്ങളിൽ ലോകത്തിലെ 20 ഏറ്റവും വലിയ ടോപ്പ് ഇവൻറ്റ്സ് കാറ്റർ ചെയ്യുന്ന കമ്പനിയാണ്. അതായത് ഞങ്ങൾ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫിഫയുടെ ഒഫീഷ്യൽ പാർട്ട്ണർ, ഫോർമുല 1ൻ്റെ ഒഫീഷ്യൽ പാർട്ട്ണർ, പിന്നെ അതുകൂടാതെ ഒളിമ്പിക്സ് അടുത്ത് വരാൻ പോകുന്ന ഫ്രാൻസിൽ നടക്കുന്ന ഒളിമ്പിക്സിൻ്റെ എൻ്റയർ കാറ്ററിങ് നടക്കുന്ന സ്പാഗോയാണ്. പക്ഷേ ഒരു ലോകത്ത് തന്നെ ആദ്യത്തെ ഒരു മലയാളി ആയിരിക്കാം ഇതുപോലെയുള്ള ഒരു ഫീൽഡിൽ ജോലി ചെയ്യുന്നത്. ഈ കണ്ണിൽ വളരെയധികം സന്തോഷം. ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി, ഒന്നോടെ ചോദിക്കാണ്. നാട്ടിൽ എവിടെയാണെന്നും കൂടെ ഒന്ന് പറഞ്ഞു. കണ്ണൂര് കുടിയാമല എന്ന് പറയുന്ന ഒരു ചെറിയ നാട്ടിലാണ് ജനിച്ചു വളർന്നത്. ആലോചിച്ച് വേണം, മലയാളിയുടെ പവർ ആലോചിച്ച് നോക്കിയേ. ആ ഒരു ചെറിയ ഗ്രാമം എന്നാണ് പറഞ്ഞത്. അവിടുന്ന് ഫിഫ കഴിഞ്ഞ വർഷം ഖത്തറിൽ നടന്ന ഫിഫയുടെ 95% കാറ്ററിംഗും ചെയ്തത് സ്പാഗോയായിരുന്നു. ഞങ്ങൾ ഏകദേശം 185,000 മീൽസ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രക്രിയയായിരുന്നു കഴിഞ്ഞ വർഷം. ആ ഒരു പക്ഷേ ഏറ്റവും വലിയ ഒരു ഇവന്റ് അത് തന്നെ ആയിരിക്കാം ഞങ്ങളെ സംബന്ധിച്ച്. ശരിക്കും നമ്മളൊരു മലയാളി ആയതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടാണ് കണ്ടുപിടിച്ചത്. ബട്ട് കണ്ട് അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു പ്രൗഡ് മൊമെന്റോടെയാണ്. എന്തായാലും